അപ്പോൾ ഈ വർഷം 2026 തന്നെ എനിക്ക് തോന്നുന്നു 3-4 മാസത്തിനുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. നമ്മുടെ DHS സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ അധികം താമസമില്ലാതെ തന്നെ നോട്ടിഫിക്കേഷൻ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ. അതായത് നമ്മൾ ഇതിനു മുന്നേ തന്നെ അതിന്റെ ഒരു അവയർനെസ് വീഡിയോ ചെയ്തിരുന്നു. അതായത് അതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വർഷം 2026 തന്നെ എനിക്ക് തോന്നുന്നു 3-4 മാസത്തിനുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും. സോ യൂഷ്വലി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ തന്നെ എക്സാമിനേഷൻ ഉണ്ടാവും അല്ലേ. സോ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് അല്ലെങ്കിൽ ഇനി ഒരു നോട്ടിഫിക്കേഷൻ വരെ ഒരു 3-4 മാസം, പിന്നെ ഒരു 6 മാസത്തിനുള്ളിൽ എക്സാം. അപ്പോൾ ഒരു 9-10 മാസമായിരിക്കും നമുക്ക് ഒരു DHS സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുക. സോ കഴിഞ്ഞ DM എക്സാമിനേഷനോ അല്ലെങ്കിൽ അതിന് മുന്നേ നടന്ന DHS എക്സാമിനേഷനോ ഒക്കെ എഴുതിയിട്ടുള്ളവർക്കറിയാം, പെട്ടെന്ന് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ച് പരീക്ഷ എഴുതിയതിനു ശേഷം പരീക്ഷ എഴുതിയത് കൊണ്ട് നമുക്കൊരു നല്ല റാങ്ക് മേടിക്കാൻ കഴിയണം എന്നില്ല അല്ലെ. എസ്പെഷ്യലി നമ്മുടെ DHS പോലെയുള്ള എക്സാമിനൊക്കെ അത്യാവശ്യം നല്ല റാങ്ക് മേടിക്കണം അല്ലെ, എങ്കിൽ മാത്രമേ നമുക്ക് നേരത്തെ തന്നെ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് കഴിയുള്ളൂ. സോ അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർ നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക. പീരിയോഡിക്കായിട്ടുള്ള റിവിഷൻസും ക്വസ്റ്റ്യൻസും ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് പഠിക്കുക. സോ ദാറ്റ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് DHSന്റെ എക്സാമിനേഷൻ വരുമ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് മുകളിലേക്ക് വരാൻ പറ്റും അല്ലെ. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ജോലിയും ലഭിക്കാനായിട്ട് കഴിയും അല്ലെ. സോ നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ DHS എക്സാമിനേഷന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്കറിയാം അല്ലെ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് ഐഡിയ ഒക്കെ നമുക്ക് കിട്ടും. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അൻഡ്യൂജൻ ഫീവർ ഈസ് കോമൺലി ട്രാൻസ്മിറ്റഡ് ബൈ ഓൾ ഓഫ് ദ ഫോളോയിങ് റൂട്ട്സ് എക്സെപ്റ്റ് അല്ലെ. അതായത് ഈ അൻഡ്യൂജൻ ഫീവർ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഏത് റൂട്ടിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നോക്കിയേ, ഓപ്ഷൻ എ പേഴ്സൺ ടു പേഴ്സൺ, ഓപ്ഷൻ ബി ത്രൂ പ്ലാസെന്റ ഓഫ് ആനിമൽസ്, ഓപ്ഷൻ സി എയറസോൾ ട്രാൻസ്മിഷൻ, ഓപ്ഷൻ ഡി ഈറ്റിംഗ് അൺകുക്ക്ഡ് ഫുഡ് അല്ലെ. എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? എന്തായിരിക്കാം? നോക്കിയേ, അൻഡ്യൂജൻ ഫീവർ ഈ തന്നിട്ടുള്ളതിൽ ഏത് റൂട്ട് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യാത്തത്? ഏതായിരിക്കാം? യെസ്, ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ. പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ ആണ് യൂഷ്വലി വരാത്തത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ റാഷണൽ നോക്കാവേ. എന്താണ് ഈ പറയുന്ന അൻഡ്യൂജൻ ഫീവർ എന്ന് പറയുക? അതായത് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ബ്രൂസെല്ലോസിസ് ഓർ മാൾട്ട ഫീവർ അല്ലെ. ഇതിനെ ബ്രൂസെല്ലോസിസ് അല്ലെങ്കിൽ മാൾട്ട ഫീവർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. എന്താണ് ഈ പറയുന്ന ബ്രൂസെല്ലോസിസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ സൂനോട്ടിക് ഇൻഫെക്ഷൻ വിച്ച് ഇസ് കോസ്ഡ് ബൈ ബാക്ടീരിയ ഓഫ് ദി ജീനസ് ബ്രൂസെല്ല അല്ലെ. അതായത് ബ്രൂസെല്ല എന്ന് പറയുന്ന ജീനസിൽ വരുന്ന ബാക്ടീരിയ കോസ് ചെയ്യുന്ന സൂനോട്ടിക് ഇൻഫെക്ഷൻ ആണ് ഈ പറയുന്ന അൻഡ്യൂജൻ ഫീവർ അല്ലെങ്കിൽ ബ്രൂസെല്ലോസിസ് എന്ന് പറയുക. സോ ഇറ്റ് ഇസ് ഹൈലി ഇൻഫെക്ഷ്യസ് ഫ്രം ആനിമൽസ് ടു ഹ്യൂമൻ അല്ലെ. അതായത് നോക്കിയേ, ഇത് അനിമൽസിൽ നിന്ന് മനുഷ്യരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു വരാൻ സാധ്യത വളരെ ഏറെയാണ്. അതേസമയം ഇവിടെ ഹ്യൂമൻ ടു ഹ്യൂമന്റെ ചാൻസ് വളരെയധികം കുറവാണ് എന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നോക്കിയേ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നോക്കിയേ, ഇത് സോഷ്യോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഗ്രൂപ്പ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ഇന്ററാക്ട് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഓൺ എ ഡയറക്റ്റ് ആൻഡ് പേഴ്സണൽ ബേസിസ് ഈസ് നോൺ ആസ് അല്ലെ. ഇവിടെ എന്താണ്? ഇൻഡിവിജ്വൽസ് ഇന്ററാക്ട് ചെയ്യുന്നു, ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഇന്ററാക്ട് ചെയ്യുന്നു അല്ലെ. എങ്ങനെയാണ്? ഓൺ എ ഡയറക്റ്റ് ആൻഡ് പേഴ്സണൽ ബേസിസ് അല്ലെ. ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള പേഴ്സണൽ ബേസിസിൽ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം ഇൻഡിവിജ്വൽസ് ഇന്ററാക്ട് ചെയ്യുന്നു. ഇത് ഏത് തരത്തിലുള്ള ഗ്രൂപ്പാണ്? ഏതാണ്? ഓപ്ഷൻ എ ഫോർമൽ ഗ്രൂപ്പ്, ഓപ്ഷൻ ബി ഈസ് ലാർജ് ഗ്രൂപ്പ്, ഓപ്ഷൻ സി ഈസ് പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് റെഫറൻസ് ഗ്രൂപ്പ്. എന്തായിരിക്കാം കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നോക്കിയാൽ ലോങ് പീരീഡ് ഓഫ് ടൈം ഡയറക്റ്റ് പേഴ്സണൽ ബേസിസിൽ ഉണ്ടാകുന്ന കോണ്ടാക്ട് അല്ലെ. അതെന്താണ്? യെസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ സി അല്ലേ. ഇവിടെ ഓപ്ഷൻ സി അല്ലേ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ സി പ്രൈമറി ഗ്രൂപ്പ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നോക്കി, അപ്പൊ നമുക്ക് എന്താണ് ഈ പറയുന്ന പ്രൈമറി ഗ്രൂപ്പ് എന്ന് നോക്കാം. സോ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എ സ്മോൾ സോഷ്യൽ ഗ്രൂപ്പ് ഹൂസ് മെമ്പേഴ്സ് ഷെയർ ക്ലോസ് പേഴ്സണൽ ആൻഡ് എൻഡ്യൂറിംഗ് റിലേഷൻഷിപ്പ് അല്ലെ. അതായത് ഇവിടെ ഒരു ഗ്രൂപ്പാണ്, അവിടെ എന്താണ് ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ ഒരു ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെ, വളരെ പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതുകൂടാതെ അവർക്കിടയിൽ ഒരു എൻഡ്യൂറിംഗ്, ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാവും അല്ലെ. ആൻഡ് നോക്കിയാൽ നെക്സ്റ്റ്, ദ കോൺസെപ്റ്റ് വാസ് ഒറിജിനലി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സോഷ്യലിസ്റ്റ് ചാൾസ് കൂലി അല്ലെ. ചാൾസ് കൂലിയാണ് ഈ പറയുന്ന പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇവിടുത്തെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇന്ററാക്ഷൻ ഇസ് ഡയറക്റ്റ് അല്ലെ, ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണ്, ഇന്റിമേറ്റ് ആൻഡ് ഒക്കേഴ്സ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം കേട്ടോ. അപ്പം ആരും മറന്നു പോകരുത് കേട്ടോ. പ്രൈമറി ഗ്രൂപ്പ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒന്ന് ഓർത്തിരിക്കാം. അതുകൂടാതെ നമുക്ക് മെമ്പേഴ്സ് ഹാവ് സ്ട്രോങ് ഇമോഷണൽ ടൈസ് ആൻഡ് കെയർ
അബൌട്ട് ഈച്ച് അതർ ആസ് ഇൻഡിവിജ്വൽസ് റാദർ ദാൻ ജസ്റ്റ് റോൾസ് അല്ലെ. അവിടെ എന്താണ് അവര് ആൾക്കാർ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ആണ് ഉണ്ടാകുക. അതുകൂടാതെ അവിടെ ജസ്റ്റ് ഒരു റോൾ അല്ല അവിടെ എന്താണ് അവരെ ആക്ട് ഔട്ട് ചെയ്യുക, പക്ഷേ എന്താണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവരുടെ മെമ്പേഴ്സ് തമ്മിൽ ഉണ്ടാകും. എക്സാമ്പിൾ നമ്മുടെ ഫാമിലി അല്ലെ, ഫാമിലി ഒരു പ്രൈമറി ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നോക്കിയാൽ നെക്സ്റ്റ് ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നതാണ് എന്താ നമ്മുടെ ഫോർമൽ ഗ്രൂപ്പ് അല്ലെ. എന്താണ് ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയാം? എന്താണ് ഫോർമൽ ഗ്രൂപ്പ്? സ്പെസിഫിക് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓർ സെറ്റ് ഓഫ് റൂൾസ് അല്ലെ. അതായത് ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ഹോസ്പിറ്റലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാകും. അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടാവും അല്ലെ. അതായത് ഒരു ഹൈറാർക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഇതിനാണ് നമ്മൾ ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുക. ആൻഡ് ഇന്ററാക്ഷൻസ് ആർ പ്രൊഫഷണൽ ആൻഡ് ഗോൾ ഓറിയന്റഡ് റാദർ ദാൻ പേഴ്സണൽ കേട്ടോ. പേഴ്സണൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഉള്ളതല്ല ശരിക്കും പറഞ്ഞാൽ അവിടെ ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞാൽ, പക്ഷെ അതെന്താണ് പ്യൂർലി പ്രൊഫഷണൽ ആണ്. അതുകൂടാതെ ഗോൾ ഓറിയന്റഡ് ആണ് ഇവിടുത്തെ ഇന്ററാക്ഷൻസ് എന്ന് പറയുക നമ്മുടെ ഫോർമൽ ഗ്രൂപ്പ് കേട്ടോ, ഫോർമൽ ഗ്രൂപ്പിൽ. യെസ്. നെക്സ്റ്റ് ലാർജ് ഗ്രൂപ്പ് അല്ലെ. എന്താണ് ലാർജ് ഗ്രൂപ്പ് എന്ന് പറയുക? ലാർജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ററാക്ഷൻ ഈസ് ഓഫൺ ഇൻഡയറക്റ്റ് ഓർ ഇംപേഴ്സണൽ അല്ലെ. ഇംപേഴ്സണലോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റോ ആയിട്ടൊക്കെയുള്ള ഇന്ററാക്ഷൻസ് ആണ് നമുക്ക് യൂഷ്വലി ലാർജ് ഗ്രൂപ്പിൽ വരിക. കാരണം അവിടെ ആൾക്കാർ വളരെ കൂടുതലാണ് അല്ലെ. ഇറ്റ് ഇസ് ഫിസിക്കലി ഇമ്പോസിബിൾ ടു മെയിൻറ്റെയിൻ എ ഡയറക്റ്റ് ആൻഡ് പേഴ്സണൽ ബേസിസ് വിത്ത് എവരി മെമ്പർ അല്ലെ. അവിടെ ഒരു ഡയറക്റ്റ് പേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം എന്നില്ല ഈ പറയുന്ന നമ്മുടെ ലാർജ് ഗ്രൂപ്പിൽ. ക്ലിയർ? നെക്സ്റ്റ് നമ്മുടെ എമർജൻസിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വാട്ട് ഇസ് എ കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ ഇൻ അഡൽട്ട് ബേസിക് ലൈഫ് സപ്പോർട്ട് അല്ലെ. അഡൽട്ട് BLS ഈ ഒരു കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? വളരെ വളരെ സിമ്പിൾ ആണ് അല്ലെ. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ A 30:1, ഓപ്ഷൻ B 30:2, ഓപ്ഷൻ C 15:1 ആൻഡ് ഓപ്ഷൻ D 15:2. എന്താണ് അഡൽട്ടില് കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? യെസ്, ഓപ്ഷൻ B ആണ് അല്ലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അതെ, 30:2 അല്ലെ. 30:2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് സാധാരണ എക്സാംസിന് ചോദിക്കും കേട്ടോ. നമുക്ക് നോക്കാവേ. അപ്പൊ നോക്കിയാൽ അക്കോർഡിംഗ് ടു AHA അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പ്രകാരം അവിടുത്തെ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ കേട്ടോ, അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ദ കംപ്രഷൻ ടു വെന്റിലേഷൻ റേഷ്യോ ഫോർ അഡൽട്ട് ബേസിക് ലൈഫ് സപ്പോർട്ട് ഈസ് 30 കംപ്രഷൻ അല്ലെ. അവിടെ 30 കംപ്രഷൻ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ 2 ബ്രെത്ത്സ് അല്ലെ. 30 കംപ്രഷൻസ് ഉണ്ടാകണം. അതുകൂടാതെ 2 ബ്രെത്തും ഫോളോ ചെയ്തിട്ട് ഉണ്ടാകണം. ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നോക്കി ഇവിടെ ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കംപ്രഷൻ ഡെപ്തും റേറ്റും അല്ലെ. കംപ്രഷൻ ഡെപ്ത് എത്രയാണ് നോക്കി. ഡെപ്ത് അറ്റ്ലീസ്റ്റ് 2 ഇഞ്ചസ് കേട്ടോ, അറ്റ്ലീസ്റ്റ് ഒരു 5 സെന്റിമീറ്റർ ആണ്. ബട്ട് നോ മോർ ദാൻ 2.4 ഇഞ്ചസ് ഓർ 6 സെന്റിമീറ്റർ. അതായത് അറ്റ്ലീസ്റ്റ് ഒരു 5 സെന്റിമീറ്റർ ഡെപ്തിൽ നമ്മൾ കംപ്രഷൻ കൊടുക്കണം. ആൻഡ് ദ റേറ്റ് ഈസ് നോക്കിയേ നിയർലി 100 to 120 കംപ്രഷൻസ് പെർ മിനിറ്റ് അല്ലെ. ഇവിടുത്തെ കംപ്രഷൻ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 to 120 കംപ്രഷൻസ് പെർ മിനിറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് ഈ പറയുന്ന കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ പല ഏജ് ഗ്രൂപ്പ് വെച്ചിട്ട് നോക്കാം. നോക്കിയേ അഡൽട്ട് 1 or 2 റെസ്ക്യൂവേഴ്സ് കേട്ടോ. അഡൽട്സ് ആണ്. അവിടെ 1 or 2 റെസ്ക്യൂവേഴ്സ് ഉണ്ടായിക്കോട്ടെ. അവിടെ 30:2 ആണ് നമ്മുടെ കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ എന്ന് പറയുക അല്ലെ. നെക്സ്റ്റ് നോക്കിയേ നമ്മുടെ ചിൽഡ്രൻ ഇൻഫൻസ്. അവിടെ 1 റെസ്ക്യൂവർ ആണെങ്കിൽ നോക്കിയേ 30:2 ആണ് കേട്ടോ. 1 റെസ്ക്യൂവർ ചിൽഡ്രൻ ഇൻഫൻസ് ആണെങ്കിൽ, ഒരു റെസ്ക്യൂവർ ആണെങ്കിൽ 30:2 ആണ്. ദെൻ ചിൽഡ്രൻ ആൻഡ് ഇൻഫൻസ് 2 റെസ്ക്യൂവേഴ്സ് ആണ് കേട്ടോ. 2 റെസ്ക്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ് 15:2 ആണ്. ആൻഡ് നിയോനേറ്റ്സ് കേട്ടോ, നിയോനേറ്റ്സിൽ 1 or 2 റെസ്ക്യൂവർ ഉണ്ടായിക്കോട്ടെ. അവിടുത്തെ റേഷ്യോ 3:1. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും എക്സാമിന് ഇത് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ സാധാരണ ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കിയാൽ ദ ഗ്രാജുവൽ ഡിക്രീസ് ഓഫ് ബോഡീസ് ടെമ്പറേച്ചർ ആഫ്റ്റർ ഡെത്ത് ഇസ് കോൾഡ് കേട്ടോ. നോക്കിയാൽ മരണത്തിന് ശേഷം പതിയെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയല്ലേ. ആ പ്രോസസ്സിന് നമ്മൾ എന്താ പറയുക? ഓപ്ഷൻ A is ലൈവോമോട്ടിസ്, ഓപ്ഷൻ B is ആൽഗർമോട്ടിസ്, ഓപ്ഷൻ C is റൈഗോമോട്ടിസ്, ഓപ്ഷൻ D is ഹൈപ്പോമോട്ടിസ്. എന്താണ് ഗ്രാജുവൽ ഡിക്രീസ് ഓഫ് ബോഡി ടെമ്പറേച്ചർ ആഫ്റ്റർ ഡെത്ത് നമ്മൾ എന്താ പറയുക? ഇറ്റ്സ് കോൾഡ് ആസ് യെസ് ഓപ്ഷൻ B ആണ് അല്ലെ. ഓപ്ഷൻ B ആണ് അൽഗർമോട്ടിസ് അല്ലെ. ഓപ്ഷൻ B അൽഗർമോട്ടിസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും നോക്കി പോകാം കേട്ടോ. ആദ്യം നോക്കി എന്താണ് ഈ പറയുന്ന അൽഗർമോട്ടിസ് എന്ന് പറയുക? അതായത് ഗ്രാജുവൽ കൂളിംഗ് ഓഫ് ബോഡി ആഫ്റ്റർ ഡെത്ത് അല്ലെ. മരണത്തിന് ശേഷം പതിയെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ എന്താ ഈ പറയുന്ന അൽഗർമോട്ടിസ് എന്ന് പറയുക. ആൻഡ് ഇറ്റ് വിൽ ബിഗിൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെത്ത് ആസ് മെറ്റബോളിക് പ്രോസസ് സ്റ്റോപ്പ്. സോ നോ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് അല്ലെ. നമ്മൾ മരണശേഷം എന്താണ് നമ്മുടെ ബോഡിയിലെ മെറ്റബോളിക് പ്രോസസ്സ് എല്ലാം നിലയ്ക്കുകയാണ്. സോ അവിടെ എന്താണ് നമുക്ക് യൂഷ്വലി നമ്മുടെ ബോഡിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെറ്റബോളിക് പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബോഡിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ എന്താണ് ഈ മരണത്തിന് ശേഷം മെറ്റബോളിക് പ്രോസസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹീറ്റ് പ്രൊഡക്ഷൻ പതിയെ കുറയും. സോ അവിടെ യൂഷ്വലി എന്താണ് ഈ പറയുന്ന അൽഗർമോട്ടിസ് അല്ലെങ്കിൽ ഗ്രാജുവൽ കൂളിംഗ് ഓഫ് ബോഡി ടെമ്പറേച്ചർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആൻഡ് നോക്കിയാൽ ദ ബോഡി ടെമ്പറേച്ചർ ഫോൾസ് അണ്ടിൽ ഇറ്റ് മാച്ചസ് ദ സറൗണ്ടിങ് എൻവയോൺമെന്റൽ ടെമ്പറേച്ചർ കേട്ടോ. നമ്മുടെ എൻവയോൺമെന്റൽ ടെമ്പറേച്ചറിലേക്ക് എത്തുന്നത് വരെ ബോഡി ടെമ്പറേച്ചർ
താഴാറുണ്ട് കേട്ടോ. ആൻഡ് ആവറേജ് റേറ്റ് ഓഫ് കൂളിംഗ് ഈസ് അബൌട്ട് 1 to 1.5 ഡിഗ്രി സെൽഷ്യസ് പെർ അവർ കേട്ടോ. ഒരു മണിക്കൂറിൽ 1 മുതൽ 1.5 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടെ റേറ്റ് ഓഫ് കൂളിംഗ് പറയുക കേട്ടോ. അതാണ് അൾഗോർ മോർട്ടിസം. പിന്നെ നോക്കിയാൽ നെക്സ്റ്റ് ലൈവർ മോർട്ടിസം. എന്താണ് ലൈവർ മോർട്ടിസം എന്ന് പറയുക? അതായത് പോസ്റ്റ്മോർട്ടം ലിവിഡിറ്റി കേട്ടോ. ഇതിന് നമ്മൾ പോസ്റ്റ്മോർട്ടം ലിവിഡിറ്റി എന്ന് പറയാറുണ്ട് അല്ലെ. എന്താ സംഭവിക്കുക? ആഫ്റ്റർ ഡെത്ത് ദ ബ്ലഡ് സെറ്റിൽസ് ഇൻ ദ ഡിപ്പെൻഡന്റ് ഓർ ലോവർ പാർട്സ് ഓഫ് ദ ബോഡി ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ. മരണത്തിന് ശേഷം നമ്മുടെ ശരീരത്തിലുള്ള രക്തം ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം എന്താണ് ഡിപ്പെൻഡന്റ് പാർട്സ് അല്ലെങ്കിൽ ലോവർ പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് സെറ്റിൽ ചെയ്യും അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലൈവോ മോർട്ടിസ് എന്ന് പറയുക. സോ ഇറ്റ് വിൽ കോസ് പർപ്പിളിഷ് റെഡ് ഡിസ്കളറേഷൻ ഓഫ് ദ സ്കിൻ അല്ലെ. നമ്മൾ സ്കിൻ നോക്കുമ്പോൾ പർപ്പിളിഷ് അല്ലെങ്കിൽ റെഡിഷ് ഡിസ്കളറേഷൻ ഉണ്ടാകും. ആൻഡ് ഡസ് നോട്ട് ഇൻവോൾവ് ടെമ്പറേച്ചർ ചേഞ്ചസ് കേട്ടോ. ഇവിടെ എന്താണ് ടെമ്പറേച്ചർ ചേഞ്ചസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ പറയുന്ന ലൈവർ മോർട്ടിസിൽ. ഇനി നോക്കിയേ റൈഗർ മോർട്ടിസ് അല്ലെ. എന്താണ് റൈഗർ മോർട്ടിസ് എന്ന് പറയുക? അതായത് സ്റ്റിഫനിങ് ഓഫ് മസിൽസ് ആഫ്റ്റർ ഡെത്ത് അല്ലെ. മരണശേഷം എന്താണ് മസിൽസിന് സ്റ്റിഫനിങ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ റൈഗർ മോർട്ടിസ് എന്ന് പറയുക. ഇത് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഡ്യൂ ടു ഡിപ്ലീഷൻ ഓഫ് ATP കോസിങ് മസിൽസ് ടു റിമെയിൻ കൺട്രാക്ട് അല്ലേ. ഇവിടെ എന്താ ATPയുടെ ഡിപ്ലീഷൻ അല്ലെ. ഇവിടെ ATPയുടെ ഡിപ്ലീഷൻ ഉണ്ടാകുന്നു. അത് കാരണം എന്താണ്? മസിൽസ് കൺട്രാക്ട് ചെയ്ത് തന്നെ ഇരിക്കുന്നു. അത് കാരണമാണ് റൈഗർ മോർട്ടിസ് അല്ലെങ്കിൽ സ്റ്റിഫനിങ് ഓഫ് ദ മസിൽസ് ഉണ്ടാകുക. സ്റ്റാർട്ട്സ് വിത്തിൻ 2 to 6 hours ആഫ്റ്റർ ഡെത്ത് അല്ലെ. മരണത്തിന് ശേഷം ഒരു 2 to 6 hours ഈ പറയുന്ന റൈഗർ മോർട്ടിസ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഇനി നോക്കിയാൽ നെക്സ്റ്റ് ദ വൈറ്റമിൻ ദാറ്റ് പ്രൊമോട്ട്സ് അബ്സോർപ്ഷൻ ഓഫ് അയൺ അല്ലെ. അയൺ അബ്സോർപ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന വൈറ്റമിൻ എന്താണ് കേട്ടോ. അയൺ അബ്സോർപ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന വൈറ്റമിൻ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. നോക്കി ഓപ്ഷൻ ഈസ് വൈറ്റമിൻ ഇ, ഓപ്ഷൻ ബി ഇസ് വൈറ്റമിൻ ഡി, ഓപ്ഷൻ സി ഇസ് വൈറ്റമിൻ എ ആൻഡ് ഓപ്ഷൻ ഡി ഇസ് വൈറ്റമിൻ സി. നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലെ അയൺ കൊടുക്കുമ്പോൾ ഇന്ന ഒരു വൈറ്റമിൻ കൂടെ ചേർത്ത് കൊടുക്കണം എന്ന് പറയാറുണ്ട് അല്ലെ. കാരണം ഇതിന്റെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട്. എന്താണത്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി വൈറ്റമിൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ഡി വൈറ്റമിൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് അതിന്റെ റാഷണലി നോക്കി പോവാം കേട്ടോ. നോക്കിയേ വൈറ്റമിൻ സി നമ്മൾ പറയുന്നുണ്ട് എന്താണ്? അസ്കോർബിക് ആസിഡ് അല്ലെ. വൈറ്റമിൻ സി നമ്മൾ അസ്കോർബിക് ആസിഡ് എന്ന് പറയാറുണ്ട്. ഇറ്റ് വിൽ എൻഹാൻസ് അയൺ അബ്സോർപ്ഷൻ എസ്പെഷ്യലി നോൺ ഹീം ഗ്രൂപ്പ് അല്ലെ. നോൺ ഹീം അയൺ ഫ്രം പ്ലാന്റ് സോഴ്സസ് കേട്ടോ. ബേസിക്കലി ഈ വൈറ്റമിൻ സി എന്ത് ചെയ്യുന്നു? അയൺ അബ്സോർപ്ഷനെ എൻഹാൻസ് ചെയ്യുന്നുണ്ടോ? അത് എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുക? ഇറ്റ് വിൽ റെഡ്യൂസ് ദ ഫെറിക് അയൺ കേട്ടോ. ഫെറിക് അയണിനെ അത് ഫെറസ് അയൺ ആയിട്ട് മാറ്റുന്നു കേട്ടോ. വൈറ്റമിൻ സി എന്ത് ചെയ്യുന്നു? ഈ ഫെറിക് അയണിനെ ഫെറസ് അയണായിട്ട് മാറ്റുന്നു. ആൻഡ് ദ ഫോം ദാറ്റ് ഈസ് മോർ ഈസിലി അബ്സോർബ്ഡ് ഇൻ ദ ഇൻറ്റെസ്റ്റൈൻ. ഇൻറ്റെസ്റ്റൈനിൽ നിന്ന് ഈ പറയുന്ന എന്താ ഫെറസ് ഫോമിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്തു പോകും കേട്ടോ. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നോക്കിയാൽ ബാക്കിയുള്ള വൈറ്റമിൻസ്. വൈറ്റമിൻ ഇ അല്ലെ. വൈറ്റമിൻ ഇ എന്താണ്? അതൊരു ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻ ആണ് അല്ലെ. നോക്കിയാൽ വൈറ്റമിൻ ഇ ഒരു ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻ ആണ്. വൈറ്റമിൻ ഡി നമുക്കറിയാലോ എന്താണ്? ഇൻവോൾവ് ഇൻ കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് മെറ്റബോളിസം അല്ലെ. കാൽഷ്യം ഫോസ്ഫറസ് മെറ്റബോളിസം ഇതൊക്കെ ഇൻവോൾവ് ആയിരിക്കുന്ന അല്ലെ നമ്മുടെ കാൽഷ്യം അബ്സോർപ്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുക. വൈറ്റമിൻ എ ആണെങ്കിലോ നോക്കിയാൽ സപ്പോർട്ട്സ് വിഷൻ ആൻഡ് ഇമ്മ്യൂണിറ്റി, എസ്പെഷ്യലി നമ്മുടെ വിഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുക കേട്ടോ. അപ്പം നോക്കിയാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഴിഞ്ഞ DHS എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അതുപോലെ എന്താ നന്നായിട്ട് നമ്മൾ പഠിക്കുക. അതായത് ക്വസ്റ്റ്യൻ പാറ്റേൺ ഏരിയാസ് ഒക്കെ നന്നായിട്ട് കവർ ചെയ്താൽ മാത്രം പോരാ. പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻസ്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് വരുന്ന DHSന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ പേരും ആദ്യം തന്നെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഏകദേശം 50,000 രൂപ വരെ നമുക്ക് കയ്യിൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു ഗവൺമെന്റ് ജോലി അല്ലേ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. സോ അതിന് വേണ്ടി വെറുതെ നമ്മൾ കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല അല്ലേ. നമ്മുടെ പ്രിപ്പറേഷൻസ് എത്രയും വേഗം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം, അഡ്മിഷൻ എടുക്കുക. അത് മാത്രം പോരാ, നന്നായിട്ട് പഠിക്കുക കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു DHSലെ സ്റ്റാഫ് നഴ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് നമുക്ക് സ്വന്തമാക്കാം കേട്ടോ. നമ്മുടെ ജീവിതം ഭദ്രമാക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.